തീർച്ചയായും നമ്മൾ ദേശീയ തലത്തിലെ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇപ്പോൾ പാർത്താദാസിന്റെ ഒരു പ്രവചനം വന്നിട്ടുണ്ട്. പാർത്താദാസ് ചാണക്യ.com ടുഡേസ് ചാണക്യയല്ല, ചാണക്യയുടെ സെഫോളജിസ്റ്റ് ആണ്. പാർത്താദാസ് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് 49%, ഇന്ത്യ മുന്നണിക്ക് 45% വോട്ട് ഷെയർ എന്നാണ്. സീറ്റ് പ്രൊജക്ഷൻ അനുസരിച്ച് ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ 29 മുതൽ 32 വരെ സീറ്റുകളും NDA മുന്നണി 16 മുതൽ 18 വരെ സീറ്റുകളും നേടാം എന്ന് പാർത്താദാസ് പ്രൊഡിക്ട് ചെയ്യുന്നു. ഇതൊക്കെ പ്രവചനങ്ങൾ മാത്രമാണ്. നമുക്ക് ഇതുവരെ ഒഫീഷ്യലായി ആളുകൾ നടത്തുന്ന ചില പ്രവചനങ്ങൾ മാത്രമാണ്. അദ്ദേഹം പക്ഷേ സെഫോളജിസ്റ്റ് ആണ്, അറിയപ്പെടുന്ന സെഫോളജിസ്റ്റ് ആണ് പാർത്താദാസ്. നിഖിൽ വാഗലെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം അത് പങ്കുവച്ചിട്ടുണ്ട്. പാർത്താദാസിന്റെ കർണാടക എക്സിറ്റ് പോൾ അനുസരിച്ച് കോൺഗ്രസിന് 17 മുതൽ 20 സീറ്റുകൾ വരെയും NDAക്ക് 8 മുതൽ 11 സീറ്റുകൾ വരെയും ലഭിക്കാം. എന്തായാലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇന്ത്യ മുന്നണി വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് എന്ന് പാർത്താദാസ് പറയുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ജേർണലിസ്റ്റ് സുനേത്ര ചൗധരി നേരത്തെ ഇട്ട ട്വീറ്റ് BJP കോൺടാക്ട്സ്, മധ്യപ്രദേശിലെ അവരുടെ BJP കോൺടാക്ട്സ് പറയുന്നു 4 സീറ്റുകൾ മധ്യപ്രദേശിൽ നഷ്ടമാകും, ചില സീറ്റുകൾ രാജസ്ഥാനിലും, ഏറ്റവും കുറഞ്ഞത് 1 സീറ്റെങ്കിലും ഗുജറാത്തിലും BJPക്ക് നഷ്ടമാകുമെന്ന്. ഇതൊക്കെ മാധ്യമ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ അവലോകനങ്ങൾ മാത്രമാണ്. നമ്മൾ ഇനിയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാത്തിരിക്കണം കണക്കുകൾ വരെ. ഇതിലെ വലിയ ഉഷ്ണതരംഗത്തിന് നടുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജസ്ഥാനിലെ ഫലോഡിയിൽ നിന്നുള്ള സത്താ മാർക്കറ്റ്, ടിന്നുകൾ കെട്ടിയിട്ടുള്ള മാർക്കറ്റിലെ കൊടുംചൂടിൽ നടത്തുന്ന പ്രവചനങ്ങൾ പലപ്പോഴും വലിയ തോതിൽ സത്യമാവാറാണ് പതിവ്. അവർ അവസാനം പറയുന്നത് UPയിൽ ഇത്തവണ വലിയ നേട്ടം സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടാകും എന്നാണ്. ആ വിധത്തിൽ BJP NDA ഭൂരിപക്ഷം നേടും എന്നവർ വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ UPയിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് സത്താ മാർക്കറ്റിൽ നിന്നുള്ള. പക്ഷേ ഈ ഫലോഡിയിൽ ഉള്ള കാര്യം, സത്താ മാർക്കറ്റിൽ സംഭവിക്കുന്നത് രാഷ്ട്രീയമായിട്ടുണ്ടാക്കുന്ന ചലനങ്ങൾക്കനുസരിച്ച് ഈ പന്തയം വെപ്പ് കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട്. ഇപ്പോ ഈ യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് 290 വരെ അത് താന്നിരുന്നു. പിന്നീട് BJPയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായതോടുകൂടി അത് വീണ്ടും 300-ന് മുകളിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും അവസാനം. ഇത്തവണ 400 സീറ്റ് എന്നതിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമായിരിക്കുന്നു എന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. അതായത് ഞങ്ങൾ 400 പറയുമ്പോൾ 300 സീറ്റെങ്കിലും അത്രയേ കിട്ടുകയുള്ളൂ എന്ന രീതിയിൽ മറ്റുള്ളവർ പറയും. അങ്ങനെ പോകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഒരു 250-ന് മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധ്യമാണ് എന്ന ഒരു യാഥാർത്ഥ്യം അവർ അവിടെ നിൽക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവചനം ഇങ്ങനെയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ അലയൻസിന്റെ മീറ്റിംഗിന് ശേഷം പറയുന്നു ഇന്ത്യ മുന്നണിക്ക് 295+ സീറ്റുകൾ, BJPക്ക് 220 സീറ്റ്, NDA മുന്നണി കൂടി ചേർത്താൽ 235 സീറ്റ്. ഇന്ത്യ അലയൻസ് വിൽ ഫോം എ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ഗവൺമെന്റ് ഓഫ് ഇറ്റ്സ് ഓൺ എന്ന് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം പറയുന്നു. അതായത് മല്ലികാർജുൻ ഖാർഗെ, അരവിന്ദ് കെജ്രിവാൾ 295 സീറ്റാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ടേക്ക്. ആ യോഗത്തിൽ നടന്ന ചർച്ചയുടെ ശേഷമുള്ള പ്രതികരണങ്ങളാണ് ഈ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസിന്റെ നേതാക്കളും എല്ലാം ഈ കാര്യത്തിൽ ഏകദേശം അവർ ഒത്തുപോകുന്നു എന്ന് വേണം. ഇതെല്ലാം അവകാശവാദങ്ങളാണ്. മുന്നണി മുന്നോട്ട് വെക്കുന്നത് പ്രധാനമാണ്. കഴിഞ്ഞ ദിവസം 28 നേതാക്കളുടെയും യോഗം വിളിച്ചു. അവർക്ക് ഏതാണ്ട് ഒരു സർക്കാർ ഫോം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. പക്ഷേ അതിനെ പരിഹാസത്തോടു കൂടിയാണ് BJP ഇപ്രദേശത്ത് കാണുന്നത്. നിങ്ങളുടെ യോഗങ്ങളൊക്കെ അവസാനിക്കും, ജൂൺ 4 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യോഗവും ചേരേണ്ട, ഇരുട്ടിൽ ഒളിക്കേണ്ടി വരും എന്നുള്ളതാണ് BJPയുടെ പരിഹാസം. പക്ഷെ ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങൾ UP, ബീഹാർ, മഹാരാഷ്ട്ര, ബംഗാൾ, ഈ സംസ്ഥാനങ്ങളുടെ ജനവിധിയാകും ആര് ഭരിക്കും എന്ന് പറയുന്നത്. നേരത്തെ വിഭജനങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തെക്കും വടക്കും തമ്മിലുള്ള വിഭജനങ്ങൾ, ജാതി വിഭജനങ്ങൾ, മതവിഭജനങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്ത് ആർക്കൊപ്പം എന്ന് അറിയാനുള്ള ആ സന്ദിഗ്ധതയുടെ പ്രതിഫലനങ്ങളായി ഓരോ പ്രവചനങ്ങളും കടന്നു വരുന്നു. മധു പറയുന്നത് വലിയ സംസ്ഥാനങ്ങളെ കുറിച്ചാണ്. 80 സീറ്റുള്ള UP, 48 സീറ്റുള്ള മഹാരാഷ്ട്ര, 42 സീറ്റുള്ള ബംഗാൾ ഒക്കെ. ഞാൻ പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ കാര്യം പറയാം, ഹരിയാന. വെറും 10 സീറ്റുള്ള ഹരിയാന. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ഒരു ബെൽവെദർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ ആര് മുൻകൈ നേടുന്നു, മേൽക്കൈ നേടുന്നു എന്നുള്ളത് പല ഘടകങ്ങൾ നോക്കുമ്പോൾ അവിടെ ആര് മേൽക്കൈ നേടുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ഭരണത്തിലേക്ക് ആരെത്തും എന്നുള്ളതിന്റെ സൂചനയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാജീവ് പറയുന്നത് പോലെയാണ് ഹരിയാനയുടെ ഫലമെങ്കിൽ അത് ഹരിയാനയിൽ മാത്രമൊതുങ്ങില്ല. പഞ്ചാബിൽ, ഡൽഹിയിൽ, രാജസ്ഥാനിലെ ചില മണ്ഡലങ്ങളിൽ, UPയിലെ ചില മണ്ഡലങ്ങളിൽ ഇതെല്ലാം അതിന് അനുരണനങ്ങൾ ഉണ്ടാകും എന്നതുകൂടി മറക്കരുത്. തീർച്ചയായും. എന്തായാലും ഇപ്പോ വരുന്നത് അനൌദ്യോഗികമായ ഫലസൂചനകൾ മാത്രമാണ്. ഔദ്യോഗികമായി എക്സിറ്റ് പോളുകൾ കൊടുത്തു തുടങ്ങാനുള്ള, അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുത്തു തുടങ്ങാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അവകാശവാദങ്ങൾ നേരത്തെ അമിത്ഷാ നടത്തിയതാണെങ്കിൽ ഇന്ന് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന് പറയുന്നു. 295 സീറ്റുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദമാണ്. NDA 235 ഒതുങ്ങുമെന്ന് അരവിന്ദ് കെജ്രിവാൾ
പറയുന്നു. സത്താ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം മറച്ചിലുകൾ നടക്കുന്നു. സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള അനിശ്ചിതാവസ്ഥയുടെ സമോഹനമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ച് ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും. ഞങ്ങൾ ഇപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷം മറികടന്നു കഴിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ തന്നെ 300 ഏറെക്കുറെ ഞങ്ങളുടെ കൈവശമാകിയിരിക്കുന്നു. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയായിരുന്നു അവകാശവാദങ്ങൾ. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലത്തെ രാജ്യം മുഴുവനും വലിയ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. പക്ഷേ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന വലിയ ഇടിവ്, അവിടെ പോൾ ചെയ്യപ്പെടാതെ പോയ വോട്ടുകൾ ആരൊക്കെയാണ്? അത് ദേശീയ തലത്തിൽ മാത്രമല്ല, കേരളത്തിൽ പോൾ ചെയ്യപ്പെടാതെ പോയ വോട്ടുകൾ ആരുടേത് എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ജൂൺ 4 പുറത്തു വരുന്ന ഒരു അക്കത്തെ പറ്റി, അതിന്റെ സംഖ്യയെ പറ്റിയുള്ള ആകാംക്ഷകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏത് എക്സിറ്റ് പോൾ വന്നാലും ആ ഫലത്തിന്റെ ഒരു മാസ്മരികത മറ്റൊന്നിനും സ്വന്തമാക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ നമ്മൾ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 7 ഘട്ടങ്ങളായി നടന്ന സുദീർഘമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതാ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് സമയം കഴിഞ്ഞു. 6 മണിക്കൂർ വാരാണസിയിലെ സംഘടമോചൻ മന്ദിറിലെ വിശ്വംബർനാഥ് മിശ്ര എന്ന പൂജാരിക്കും ഹരിശ്ചന്ദ്രഘട്ടിലെ കൗമാരക്കാരനായ വിറകെടുപ്പുകാരനും ഒരേപോലെ ബന്ധിപ്പിക്കുന്ന വോട്ട്, വടക്കനെയും തെക്കനെയും ബന്ധിപ്പിക്കുന്ന വോട്ട്, കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിക്കുന്ന വോട്ട്, ഭാഷയുടെ വിഭജനങ്ങൾ അപ്രസക്തമാക്കുന്ന വോട്ട്, ആ ജനവിധി ആർക്ക് എന്നതിന്റെ സൂചനകളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള പുറത്തുവിടാൻ പോകുന്ന അരമണിക്കൂറുകൾ പ്രവചനങ്ങളുടേതാണ്. ഒറ്റ ഒരു കാര്യം, ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കേണ്ട എന്ന് ദേശീയ തലത്തിൽ തീരുമാനിച്ചു. ഏറ്റവും അവസാനത്തെ നിമിഷം അവർ ആ തീരുമാനം മാറ്റി, അവർ യു ടേൺ എടുത്തു. എന്തുകൊണ്ട്? ഒരു പക്ഷെ കാറ്റ് മാറി വീശുന്നു എന്ന ഒരു സൂചന കോൺഗ്രസിനുണ്ടാവും. എക്സിറ്റ് പോൾ ഏജൻസികളിൽ നിന്ന് എന്തെങ്കിലും സൂചനയുടെ അടിസ്ഥാനത്തിലാകാം. ഇന്ന് രാവിലെ വരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തായാലും എക്സിറ്റ് പോളുകൾ ഏകപക്ഷീയമാവില്ല എന്ന സൂചന കോൺഗ്രസിന് ഒരു പക്ഷേ എവിടെ നിന്നെങ്കിലും കിട്ടിക്കാണണം. എന്തായാലും ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഇൻഡിവിജ്വൽ അനാലിസിസുകളാണ്. അതിൽ ഇപ്പോ അവകാശവാദങ്ങൾ ഏറെയുണ്ട്. ഇതൊന്നും നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ ഒരു പോൾസ്റ്റർ പുട്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് അല്ല. നമുക്ക്